ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇതുവഴി വന്നപ്പോ കണ്ടൊരു കാഴ്ച കേട്ടോ. പള്ളിന്റെ മിനാരത്തുമ്മ കൊണ്ടുപോയി അയ്യപ്പ ക്ഷേത്രത്തിന്റെ ബോർഡ് വെച്ചിരിക്കണം. ഇതെന്താ ഇങ്ങനെ ചെയ്തതെന്ന് ഓലോടൊന്ന് ചോദിച്ചു നോക്കണം. ഇത് പള്ളിന്റെ കോമ്പൗണ്ടാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നേർച്ചക്കുള്ള ചോറ് റെഡിയാക്കുകയാണ് തോന്നുന്നത്. ഇതെന്താ ഇങ്ങനെ? ഇത് ഞാൻ കരുതിയ പരിപാടിയല്ലല്ലോ. ഇത് നേർച്ച ചോറിന്റെ പണിയല്ല, സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്. ഈ നാട്ടിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞാൽ നമ്മളെ കണ്ണും മനസ്സും നിറയും. ഇതെല്ലാവരും കാണേണ്ടതും മാതൃകയാക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണേ. ജുമയ്ക്ക് ശേഷമാണ് സദ്യ വിളമ്പ്. അപ്പൊ ഞാൻ ജുമ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. ഇവരെ കാര്യങ്ങൾ നമുക്ക് ബലോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഇവിടെ എത്തിയപ്പോ സദ്യ വിളമ്പിക്കണേ. ഇവിടെ സദ്യന്റെ തിരക്കാണ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് അമ്പല കമ്മിറ്റിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതെല്ലാവരും കേട്ടിരിക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. മമ്പാട്ടുമൂല പാറൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ സമൂഹ ഓണസദ്യയുടെ തിരക്കിലാണ് എല്ലാവരും. ഓണസദ്യകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങളായി ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒന്നടങ്കം, അതിലെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്ന ഒരു ഓണസദ്യയാണത്. ആ ഒരു പ്രത്യേകത ഈ പ്രദേശത്തിനുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ തരത്തിലുള്ള സ്നേഹവും സൗഹൃദവും കണ്ടാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങൾക്ക് തന്ന സന്ദേശം, ആ സ്നേഹം കൈവിടാതെ മുതൽക്കൂട്ടായി പിടിച്ചുകൊണ്ട് ഞങ്ങളും മുന്നോട്ട് പോവുകയാണ്. ഇവിടെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഇങ്ങനെയാണ്. പെരുന്നാളായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും നബിദിനമായാലും അതുപോലെ തന്നെ ശുഹദാക്കളുടെ നേർച്ചയായാലും എല്ലാം ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു ആഘോഷമാക്കി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ മാറ്റാറുണ്ട്. ഈ ഓണാഘോഷത്തിനുള്ള പ്രത്യേകതയും അത് തന്നെയാണ്. സദ്യ എങ്ങനെയുണ്ട്? സദ്യ അടിപൊളിയാണ്. ഇനി ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇതിൽ നടന്നു കഴിഞ്ഞാല് ഇവിടെ കഴിക്കണവർക്ക് പ്രശ്നമാകും. ഈ അന്തരീക്ഷം പറയുകയാണെങ്കിൽ ഇവിടെ സൗഹാർദ്ദത്തിലാണ് എല്ലാവരും കഴിഞ്ഞു പോകുന്നത്. ഇവിടെ ജാതിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നാടാണ്. അപ്പൊ നമ്മൾ സദ്യ കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. നമുക്ക് അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ പള്ളിക്കും അമ്പലത്തിനും ഒരു അതിരാണ്. അമ്പലത്തിൽ ഇതിനോടനുബന്ധിച്ച് അയ്യപ്പ ഭഗവാന് മുഖപടവും പ്രഭാബലയും ചാർത്തി. ആദ്യം ഇവിടെ ചെറിയൊരു അയ്യപ്പ ഭജനമഠം മാത്രമായിരുന്നു. പിന്നീട് അത് വിപുലീകരിച്ച് ഇപ്പൊ അയ്യപ്പ ക്ഷേത്രമായി മാറി. അതുപോലെ തന്നെയാണ് പള്ളിക്കലെ നേർച്ചക്ക് ഇവിടെ ബീഫ് വിളമ്പൂല, ചിക്കൻ കഴിക്കണം. കാരണം നേർച്ച പള്ളിക്കാർ മാത്രമല്ല നടത്തുന്നത്, ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ കൂടിയിട്ടാണ് നടത്തുന്നത്. 3-4 വർഷം മുന്നേ ഞാൻ വരച്ച ചിത്രമാണ് ഈ മദർസിൽ. അപ്പൊ അതൊന്ന് കാണാൻ വന്നതാണ്. നിങ്ങൾക്കും കാണാം. ഇവരുടെ ഈ ഒരുമ ലോകത്തിന് തന്നെ മാതൃകയാണ്. എല്ലാരും ഇങ്ങനെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മനോഹരാണ് നമ്മുടെ നാട്.